beautiful souls, welcome back to my channel. Hope you guys are doing awesome today. ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. വൈ ഡിഡ് യു മീറ്റ് ദിസ് പേഴ്സൺ? എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്? എന്തിനാണ് അവർ നിങ്ങളുടെ ലൈഫിൽ? എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഉദ്ദേശം? നമ്മൾ എത്രയോ ആളുകളെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നുണ്ട് അല്ലേ? ബട്ട് വൈ ദിസ് വൺ, അല്ലെങ്കിൽ വൈ ദിസ് പേഴ്സൺ, റൈറ്റ്? സോ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ വിചാരിച്ച് നിങ്ങളൊരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. എന്താണ് ഈ വ്യക്തി, എന്തിനാണ് ഈ റിലേഷൻഷിപ്പ്, എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഉദ്ദേശം, ഈ വ്യക്തിയെ പറ്റി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. ഇവിടെ നമുക്ക് 3 ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഏത് ക്യാൻഡിലിനോടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. Alright, let's start with group number 1. Group number 1, why did you meet this person? എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്? എന്തിനാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ? എന്താണ് ഈ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾക്ക് ആ വ്യക്തിയോട് തോന്നുന്ന ഒരു അടുപ്പം, അറ്റാച്ച്മെന്റ്, കണക്ഷൻ, അതിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് അറിയേണ്ടത്? എന്തിനാണ് അങ്ങനത്തെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്? ഈ വ്യക്തിയുമായിട്ട് എന്തൊക്കെ കണക്ഷനാണ് നിങ്ങൾക്കുള്ളത്? ഈ വ്യക്തിയുടെ ഇൻറ്റൻഷൻ. ലെറ്റ്സ് സീ, തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. ഓൾറൈറ്റ്, സോ എന്താണ് ഈ വ്യക്തിയെ പറ്റി നിങ്ങൾ അറിയേണ്ടത്? എന്തിനാണ് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ? ഓൾറൈറ്റ്, സോ ഇത് പ്രോബബ്ലി നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ടുള്ളൊരു ഇമോഷൻ, സ്നേഹം തോന്നിയിട്ട് ഉള്ളൊരു വ്യക്തിയാണ് അല്ലേ? ഈ വ്യക്തി ആയിരിക്കാം നിങ്ങൾക്കൊരു സമയത്ത് മിസ്സായിട്ടുള്ള പല സ്നേഹങ്ങളും തന്നിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളതോ. ഓക്കെ, ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്കൊരു മേജർ റോള് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം. ഇറ്റ്സ് ലൈക്ക് ഒരു മദർലി അഫെക്ഷൻ, ഒരു ഫാദർലി അഫെക്ഷൻ, ആ ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു കെയർ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിന്നായിരിക്കാം. ആ വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ഫീലിങ്സ് തന്നിട്ടുണ്ടായിരിക്കാം, റൈറ്റ്? സോ ഒരു വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, റൈറ്റ്? നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരു പേഴ്സൺ ആണ്. സോ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്തും അമ്മ, അച്ഛൻ കുട്ടികളുടെ അടുത്ത് എത്ര പെട്ടെന്ന് ക്ഷമിക്കുകയോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പാണ്. സോ അതുകൊണ്ട് എന്ത് സംഭവിക്കാം, ഒരാളുടെ സ്നേഹം മറ്റൊരാള് വേണ്ടത്ര മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ഒരാളുടെ സ്നേഹം മറ്റൊരാള് ചില സമയത്ത് വളരെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാനും മനസ്സിലാക്കാതെ പോവാനും ഉള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്, റൈറ്റ്? കുട്ടികൾക്ക് അമ്മമാരുടെ സ്നേഹം അല്ലെങ്കിൽ അച്ഛന്മാരുടെ സ്നേഹം അവരുടെ ഒരു ചെറിയ സമയത്ത് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? അവരൊരു സ്റ്റേജിലേക്ക് വരുന്ന സമയത്താണ് അവരുടെ ഒരു പ്രയാസം അല്ലെങ്കിൽ അവരുടെ സ്നേഹം, അവരുടെ സ്ട്രഗിൾ എന്താന്നുള്ളതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അല്ലേ? സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തും 2 പേർക്കും സ്നേഹമുണ്ട്, പക്ഷേ 2 സ്നേഹവും ഡിഫറെന്റ് ആണ്. സോ നിങ്ങൾക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല ഞാൻ സ്നേഹിക്കുന്നത് പോലെ അവരെന്നെ സ്നേഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്, റൈറ്റ്? സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഡിഫറൻസ് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാവുക. സോ നിങ്ങൾ മനസ്സിലാക്കുക, അത്രയും ഡീപ്പായിട്ടുള്ളൊരു സ്നേഹം, ഒരു അടുപ്പം നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. ബട്ട് അത് വേണ്ടത്ര മനസ്സിലാക്കാൻ പരസ്പരം സാധിച്ചോളണമെന്നില്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് അവരുടെ അവസ്ഥ എന്താന്നുള്ളതും അവർക്ക് നിങ്ങളുടെ ഒരു അവസ്ഥ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒരുപാട് സെൽഫ് ഗ്രോത്തും ഒരുപാട് വളർച്ചകളും പല രീതിയിലുള്ള വളർച്ചകളും നിങ്ങൾക്ക് കൊണ്ടുതരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയാണിത്. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ ഗ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്, റൈറ്റ്? സോ ഒരു സമയത്ത് മീറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങനെ സ്പ്ലിറ്റ് ആയി പോകുന്ന ആളുകളായിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ ലൈഫിന്റെ ഒരു സമയം വരെ അല്ലെങ്കിൽ നല്ലൊരു സമയം വരെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന അല്ലെങ്കിൽ ഭാഗമാവുന്ന പേഴ്സൺ ആണിത്. ഓക്കെ, അത് നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതും അല്ല, ബിക്കോസ് ഇവിടെ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അനുഭവം കൊണ്ട് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഒരുപാട് വളരാൻ പഠിപ്പിക്കുന്നുണ്ട്. അത് ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, നിങ്ങളുടെ ജോബിലായിക്കോട്ടെ, അതായത് നിങ്ങളുടെ കർമ്മ, ഓക്കെ, നിങ്ങളുടെ കർമ്മയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇത്ര കാലം പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു പാറ്റേൺ ഉണ്ടായിരിക്കാം അല്ലെ? നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ മിസ്റ്റേക്സ് ആയിരിക്കാം. ബട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കർമ്മ കാണിക്കുന്നത്.
ഓക്കെ. നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ജെന്യൂൻ ആയിട്ട് ഈ ഒരു പ്ലേസിൽ നിന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു, ബട്ട് നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഈ വ്യക്തിക്ക് ഒരുപാട് സഹായങ്ങളും ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നത്. ഓക്കെ. ബട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കർമ്മ പോലെയാണ്, അല്ലെങ്കിൽ ഒരു കടമ പോലെയാണ്. ഓക്കെ. സോ നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ, അവരുടെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്യേണ്ടത്, സപ്പോർട്ട് ചെയ്യേണ്ടത്. ബട്ട് നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ അത് അവർ ട്രീറ്റ് ചെയ്തോളണമെന്നില്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ. സോ നിങ്ങൾ എല്ലാ രീതിയിലും, അല്ലെങ്കിൽ നിങ്ങളെ മറന്ന് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സഹായം ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം, ആരെങ്കിലും അവരുടെ ലൈഫിന്റെ വളരെ ബുദ്ധിമുട്ടായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം. ഓക്കെ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നത് ആ വ്യക്തിയുടെ വളരെ വീക്ക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ്. ആ വ്യക്തിക്ക് അത്രയ്ക്കും നിങ്ങളെപ്പോലെ ഒരാളുടെ ഒരു സപ്പോർട്ടും കെയറും വാത്സല്യം ഒക്കെ വേണ്ട ഒരു സമയത്താണ് നിങ്ങൾ ആ വ്യക്തിയെ കണ്ടുമുട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു കടമ എന്ന് പറയുന്നത് ആ വ്യക്തിയെ സഹായിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ആ വ്യക്തി അത് എത്ര മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു പ്രവൃത്തിയിലൂടെ നിങ്ങളുടെ ഒരുപാട് കർമ്മ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. സോ എന്തൊക്കെ ഈ വ്യക്തിക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന സമയത്തും സ്നേഹം കൊടുക്കുന്ന സമയത്തും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇവിടുന്ന് പ്രതീക്ഷിക്കരുത്. ഓക്കെ. അവർക്കത് ഉണ്ടാവും, അത് വളരെ ലേറ്റ് ആയിട്ടായിരിക്കാം അവർ തിരിച്ചറിയുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവർ വ്യത്യസ്ത രീതിയിലായിരിക്കാം അവരത് പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ. സോ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ നിങ്ങളെ കൊണ്ട് ഈ വ്യക്തിക്കും ആ വ്യക്തിക്ക് നിങ്ങളെ കൊണ്ടും ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു സോൾ എന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരാളുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ ഈ ഒരു വ്യക്തിയാണ്. ഓക്കെ. സോ ഒന്നുകിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ ഈ ഒരു വ്യക്തിയാണ് നിങ്ങളെ പ്രശസ്തിയിലേക്ക് കൊണ്ടുവരുന്നത്, നിങ്ങൾ ഫൈനാൻഷ്യലി വലിയൊരു ഗ്രോത്തിലേക്ക് കൊണ്ടുവരുന്നത്, നിങ്ങൾ സ്പിരിച്വലി അവേക്കൻ ചെയ്യുന്നത്, നിങ്ങളെന്ന വ്യക്തിയെ കൂടുതൽ ഡിസ്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു റിലേഷൻഷിപ്പാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഉള്ളിലെ നന്മ കൊണ്ടുവരുന്നത്, പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു പേഴ്സൺ ആണ്. അവർ പഠിപ്പിക്കും. ഓക്കെ. ലൈക്ക് നിങ്ങൾ തിരിച്ചും ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കാം, അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ. സോ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ട്, ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാത്തൊരു പേഴ്സൺ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ആ വ്യക്തി അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മക്ക് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ. നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ട്, നിങ്ങളെ അട്രാക്ട് ചെയ്യേണ്ടതെല്ലാം നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ആളുകളാണ്, ബട്ട് നിങ്ങൾ പോകുന്ന പാത്ത് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കാം. ഓക്കെ. ഒന്നുകിൽ ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ വരേണ്ട ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ലൈഫിന്റെ ഒരു മേജർ ഘട്ടം ഈ വ്യക്തിയുടെ കൂടെയാണ് നിങ്ങൾ വർക്ക് ചെയ്ത് പോവുക. അത് നിങ്ങൾ ഒരുമിച്ചിട്ടായിരിക്കാം, ഈവൻ നിങ്ങൾ അകലെ അകലെ നിന്നാൽ പോലും ഈ വ്യക്തി നിങ്ങളെ അതുപോലെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളും ആ വ്യക്തിയെ അതുപോലെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്. ഗ്രൂപ്പ് നമ്പർ 1, വൈ ഡിഡ് യു മീറ്റ് ദിസ് പേഴ്സൺ? എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ഉദ്ദേശം? എന്തിനാണ് ഈ റിലേഷൻഷിപ്പ്? നിങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ റാൻഡം ആയിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ. അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ആളുകളല്ല. ഇങ്ങനത്തെ ഒരു ഇന്റൻഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് മേജർ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും ഈവൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള കരിയർ പാത്ത് ചൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും സക്സസ് ആയിട്ട് വരേണ്ട ആളുകളാണ്. അതിൽ ഒരാൾ വളരെ അറിയപ്പെടുന്നുണ്ട്, ആളുകൾ ഒരുപാട് അറിയപ്പെടുന്ന ഒരു പേഴ്സൺ കൂടിയാണ്. പബ്ലിസിറ്റി, ഒന്നുകിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ ആയിരിക്കാം, വളരെ ഫെയിമിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം, വളരെ ഫെയിമിൽ നിൽക്കുന്ന ആളായിരിക്കാം, ബട്ട് അറ്റ്ലീസ്റ്റ് ഒരാൾ ഇതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ. പബ്ലിസിറ്റി അല്ലെങ്കിൽ അങ്ങനെ എത്തേണ്ട ഒരു പേഴ്സൺ ആണ്. ഓൾറൈറ്റ്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ പരസ്പരം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അത് പെയിൻ ആയിക്കോട്ടെ, സപ്പോർട്ട് ആയിക്കോട്ടെ, മനസ്സിലാക്കാതെ പോകുന്ന അവസ്ഥ ആയിക്കോട്ടെ, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ഒരു ഗ്രോത്തിനും നിങ്ങൾക്കിടയിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ തരാനും ഒരു ഹെൽത്തി വാശി കൊണ്ടുവരാനും, അങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഗ്രോ ചെയ്യാം. ഓക്കെ. സോ നിങ്ങളുടെ ഈ ഒരു ഡിഫറൻസ് കാരണം പ്രോബബ്ലി നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം ഇത് നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് എടുക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ റിലേഷൻഷിപ്പ്. ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജ് എത്രയായിക്കോട്ടെ,
നിങ്ങൾ എത്ര പ്രായമായിട്ടുള്ള ആളുകളായിക്കോട്ടെ, ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെ യങ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ്. ഓക്കെ, അത്ര എനർജി തരുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ്. അത്ര ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അത്ര നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഓർ ലൈക്ക് ആ വ്യക്തിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, ഓർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കും തോറും നിങ്ങൾ ഏറ്റവും കൂടുതൽ വളരെ ഫിസിക്കലി ഡൗൺ ആവുന്നതും വളരെ അട്രാക്റ്റീവ് ആവുന്നതും ഈ ഒരു റിലേഷൻഷിപ്പ് പാറ്റേണിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ആ ഒരു അപ്പ് ആൻഡ് ഡൗൺസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പല സ്റ്റേജിലൂടെ പോകുന്ന സമയത്തും അല്ലെങ്കിൽ പല കാര്യത്തിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് ഈ റിലേഷൻഷിപ്പ് പൊതുവേ നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ യങ് ആയിട്ട്, വളരെ അട്രാക്റ്റീവ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഈ വ്യക്തിയെ നിങ്ങൾ ഏത് സമയത്ത് കണ്ടുമുട്ടുന്നു എന്നുള്ളതല്ല, ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ചെറുപ്പം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഏറ്റവും മെച്യൂർഡ് ആയിട്ടുള്ള വേർഷൻ ക്രിയേറ്റ് ചെയ്യാനും ഈ റിലേഷൻഷിപ്പ് ഹെൽപ്പ് ചെയ്യും. ഇറ്റ്സ് ലൈക്ക് ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള വേർഷൻ കാണിക്കും. ആൻഡ് ഈ റിലേഷൻഷിപ്പ് നിങ്ങളെ മെച്യൂർഡ് ആയിട്ട് കൊണ്ടുവരും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ചെയ്യും. ആൻഡ് അല്ലെങ്കിൽ ഈ വ്യക്തിയെ കാണുന്നതിന് മുൻപ് നിങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അതൊക്കെ ക്ലിയർ ചെയ്യും. അതാണ് നിങ്ങൾ നിങ്ങളുടെ കർമ്മ ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, അത് ആ വ്യക്തി പോലും അറിയാണ്ട് നിങ്ങൾ ഒരുപാട് ഇതുപോലെ ക്ലെൻസ്ഡ് ആവുന്നുണ്ട്, നിങ്ങൾ ഇതുപോലെ ഒരുപാട് ഇവോൾവ് ആവുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സൈക്കിക് എക്സ്പീരിയൻസ് ആയിരിക്കാം, സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരിക്കാം. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. അതാണ് പ്രോബബ്ലി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്പെഷ്യൽ ആയിട്ട് കാണാനുള്ള ഒരു സാധ്യത. ഓക്കെ, ഇത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇമോഷൻ എന്ന് പറയാൻ പറ്റില്ല, ഇത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫ്. ഓക്കെ, അത് നിങ്ങൾ ഫിസിക്കലി നിൽക്കണ്ട, നിങ്ങൾ ഒരുമിച്ച് ഒരു പ്ലേസിൽ, അത് മോസ്റ്റ്ലി നിങ്ങൾ ഒരുമിച്ചിട്ട് തന്നെ ആയിരിക്കാം നിൽക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഫിസിക്കലി ഒരുപാട് സെപ്പറേറ്റ് ചെയ്യാൻ ഈവൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ അങ്ങനെ ഒരുപാട് ഫിസിക്കലി സെപ്പറേറ്റ് ആവുക എന്നുള്ളത് കുറച്ച് സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ഈവൻ നിങ്ങൾ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് വന്നാലും കാലം, സിറ്റുവേഷൻ, ഡെസ്റ്റിനി വീണ്ടും നിങ്ങളെ മീറ്റ് ചെയ്യിപ്പിക്കും. നിങ്ങൾ അടുത്തടുത്ത് ഉണ്ടാവണം. ഒന്നുകിൽ നിങ്ങൾ അടുത്തടുത്ത് ഈവൻ നിങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും, ഒരേ സിറ്റിയിൽ അല്ലെങ്കിൽ ഒരേ പ്ലേസിലൊക്കെ താമസിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും മേ ബി നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ വളരെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ഒരുപാട് അകലത്തിൽ പോയിട്ടല്ല നിൽക്കുന്നത്, അല്ലെ? ഈവൻ നിങ്ങൾ എത്ര അകലത്തിൽ പോയി നിൽക്കുന്ന സമയത്തും എന്തെങ്കിലുമൊക്കെ സാഹചര്യം ഉണ്ടാവും, നിങ്ങൾ ഫിസിക്കലി നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ഉണ്ടാവണം ഈ ഒരു വ്യക്തി. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും പ്രത്യേകത ഇതാണ്, നിങ്ങൾ തൊട്ടടുത്തൊക്കെ ഉണ്ടാവും. ഓക്കെ, അഗൈൻ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ട്രിഗർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ പ്രസൻസ് ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവിടുന്ന് പോയാൽ മതിയായിരുന്നു, എന്നാൽ ഞാൻ ശരിയായിക്കോളാം, അല്ല, അങ്ങനെയല്ല. സോ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം അതെങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റാതെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ബെറ്റർ ആയിട്ട് കൊണ്ടുവരാനുള്ള വഴി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങൾ അങ്ങനെ എടുക്കേണ്ട ഒരു സിറ്റുവേഷനും അല്ല ഇത്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ കരിയറിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മയിൽ വരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ലൈഫ് അല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ബട്ട് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഡീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു കോൺട്രാക്ട് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ മെയിൻ ആയിട്ട് കർമ്മ ഒരുപാട് ഡിസ്കവർ ചെയ്യാണ്. ഓക്കെ, നിങ്ങളുടെ കർമ്മ നിങ്ങൾ തിരിച്ചറിയാണ്, നിങ്ങളുടെ കർമ്മ നിങ്ങൾ ഹീൽ ചെയ്യാണ്. നിങ്ങളെന്ന് ഒരു ബെറ്റർ പേഴ്സൺ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ, ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കുകയാണ്. ക്ഷമ നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരിക്കണം ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത്, റൈറ്റ്? സോ ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളൊരു വിഷമമായിട്ടല്ല എടുക്കേണ്ടത്. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് സ്വയം നിങ്ങളോട് ഫൊർഗീവ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ചിലത് അങ്ങനെയല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും മേ ബി അങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് ഈവൻ ആ വ്യക്തിയാണെന്നുണ്ടെങ്കിലും ആ വ്യക്തി എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക
അത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അല്ലെങ്കിൽ ഈ ഒരു ജേർണിയുടെ ഒരു ഭാഗമാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സോ ഒരാൾ മനഃപൂർവ്വം ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് എന്നുള്ളതല്ല, അതിൽ എന്തൊക്കെയാണോ ആ ഒരു അനുഭവത്തിൽ നിന്ന് എന്തൊക്കെയാണോ നിങ്ങൾ പഠിക്കേണ്ടത്, അതാണ് നിങ്ങൾ കൂടുതൽ ഈ ഒരു സിറ്റുവേഷന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ ഒരു സ്നേഹം, ഈ ഒരു ഫീലിങ്സ്, ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്ലേസിൽ അത് കൊണ്ടുവെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ജീവിതത്തിൽ അതിന് എവിടെ കൊടുക്കണം, ഈ ഒരു വ്യക്തിക്ക് എവിടെയാണ് നിങ്ങൾ സ്ഥാനം കൊടുക്കേണ്ടത്. ഓക്കെ, ഇത്രയൊരു കണക്ഷൻ നമുക്ക് ഈ ഒരു വ്യക്തിയോട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് അത്ര വലിയൊരു സ്ഥാനം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് എവിടെയാണോ സ്ഥാനം കൊടുക്കേണ്ടത്, ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് കൊണ്ടുവെക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ബിക്കോസ് പല ആളുകളും പല സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അത് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കത് കുറെ കൂടെ കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് ഡീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നിങ്ങളുടെ ജോബിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകത്തിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ഇൻകത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ കരിയറിൽ മാസീവ് ആയിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഫൈനാൻഷ്യലി വളരെ മേജർ ആയിട്ടുള്ളൊരു ഇംപ്രൂവ്മെന്റ് ഓർ റിയലൈസേഷൻ ഓർ വലിയൊരു ലെസൺ ഫൈനാൻഷ്യലി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ക്യാഷ് ആയിട്ടോ നിങ്ങളുടെ കർമ്മയായിട്ടോ. ഓക്കെ, അതാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫ് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, നിങ്ങളുടെ പേഴ്സണൽ ലൈഫും അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒരു സമയത്ത് ഒരാള് മറ്റൊരാളോട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് അത് തിരിച്ചും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നോ അത് നിങ്ങൾക്ക് തിരിച്ചും കിട്ടുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നാളെ അത് കിട്ടില്ല എന്നുള്ളതല്ല, നാളെ അതിന് മാറ്റം ഉണ്ടാവാം. ഓക്കെ, എന്തൊക്കെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചെയ്യുന്നോ അതൊക്കെ റിട്ടേൺ ആവുന്നുണ്ട്. സോ നിങ്ങളും ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തൊക്കെയാണോ ഈ റിലേഷൻഷിപ്പിൽ ചെയ്യുന്നത് എന്നുള്ളത്, നിങ്ങൾ എങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മാസീവ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മെറ്റീരിയൽ ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് ചില ആളുകൾക്ക് നിങ്ങൾ വളരെ അറിയപ്പെടുന്ന ആളുകളാണ്, നിങ്ങൾ അത്രയും ബെറ്റർ പൊസിഷനിൽ നിൽക്കുന്ന ആളുകളാണ്. സോ ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോബിലൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് ഈ ഒരു വ്യക്തിക്ക് ശേഷം, ഈ ഒരു റിലേഷൻഷിപ്പിന് ശേഷം നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ കോൺസെപ്റ്റ് ഒരുപാട് ചേഞ്ച് ആവുന്നുണ്ട്. വളരെ ഡീപ്പായിട്ട് ട്രാൻസ്ഫോം ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫ്. ഓക്കെ, ലൈഫ് ഒരു പുതിയൊരു ഡയറക്ഷനിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് തന്നെ പുതിയൊരു റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പല കാര്യങ്ങളും ക്ലിയർ ചെയ്യാണ്, നിങ്ങൾ നിങ്ങളുടെ മാസ്ക് എടുത്ത് കളയാണ്, നിങ്ങളുടെ ഒരു ഡാർക്ക് വേർഷൻ നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഓക്കെ, നിങ്ങളുടെ ദേഷ്യം, നിങ്ങളുടെ വാശി, നിങ്ങളുടെ മിസ്റ്റേക്സ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് വഴി നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ അത്രയും അഗ്രസീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അത്രയും റൂഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കുക ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിന് മുൻപ്. ബട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്തായിരിക്കാം നിങ്ങളെ വലിയ രീതിയിൽ മാറ്റുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ ചിന്താഗതിയിൽ നിങ്ങൾക്ക് അവിടെ ദേഷ്യം ഉണ്ടാവില്ല. ബിക്കോസ് ആ ഒരു സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല. ക്ഷമ ഉണ്ടാവും, ബിക്കോസ് നിങ്ങൾക്ക് അവിടെ അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടാവുന്നുണ്ട്. വളരെ കുറച്ച് ആളുകൾക്കാണ് അത് തിരിച്ച് ആ വ്യക്തിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളെടുത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങളായിരിക്കും വളരെ ഇമ്മച്ചുവേർഡ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും, ആ വ്യക്തി ആയിരിക്കാം ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളെടുത്തുനിന്ന് പഠിക്കുന്നുണ്ടായിരിക്കാം. ബട്ട് ഓരോ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ പോകുന്ന പാത്ത് അവരും ക്രോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പോയിട്ടുള്ള സിറ്റുവേഷൻ അവരും ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്, ഗ്രോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കുറെ കാലം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമായിട്ട് പോകുന്ന ഒരു പേഴ്സൺ ആണിത്. ഓക്കെ, വളരെ കുറച്ച് ആളുകൾക്കാണ് ഇത് നിങ്ങളുടെ ഒരു മാരിറ്റൽ പാർട്ട്ണർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ. സോ ഒരുപാട് റിഫ്ലക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഒരു കോപ്പി കാണുന്നത് പോലെയാണ് ഈ ഒരു പേഴ്സണിൽ. ഓക്കെ, സോ ഈവൻ ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എനർജറ്റിക്കലി, നിങ്ങൾക്ക് ഇൻറ്റ്യൂറ്റീവ്ലി കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ പൊട്ടൻഷ്യൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വ്യക്തിയെ ഈവൻ ലൈക്ക് അത് ഇന്റൻഷനലി അല്ല എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് കോൺഷ്യസ്ലി അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ എന്തൊക്കെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഡീപ്പ് ഡൗൺ അവരുടെ ഒരു പൊട്ടൻഷ്യൽ, അവർ പോലും കാണാത്ത അവരുടെ ഉള്ളിലെ നന്മ, കഴിവ്, പൊട്ടൻഷ്യൽ,
സ്നേഹം ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം, റൈറ്റ്? ആൻഡ് അഗെയിൻ നമുക്ക് നമുക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ടാവണം എന്ന് കരുതി നമുക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. അവർ എണീക്കാണ്ട് അവരൊരു കാര്യം കാണാൻ പോകുന്നില്ല. അവര് സ്വയം എണീക്കാതെ അവര് നടക്കില്ല, അവര് കണക്ട് ചെയ്യില്ല, അവർക്കത് വർക്ക് ആവില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ടൈം വേണ്ടത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സമയം കൊടുക്കണം എന്ന് പറയുന്നത്. അത് സ്വിച്ച് ഇട്ട പോലെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ബട്ട് ഓരോ ആളുകളും എത്ര പെട്ടെന്ന് അത് മനസ്സിലാക്കുന്നോ അത്രയും പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ്. ഓക്കെ, സോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ലാത്തത് എന്തുകൊണ്ട് ആ വ്യക്തിക്ക് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളത്. ഓക്കെ, ആൻഡ് നിങ്ങളും അതിന്റെ ലൂപ്പിൽ പോവാതിരിക്കുക. അയാളുടെ വഴിക്ക് വിടേണ്ട സ്ഥലത്ത് നിങ്ങൾ അവരെ അവരുടേതായിട്ടുള്ള ഒരു വഴിയിൽ നിങ്ങൾ വിട്ടേക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ബട്ട് രണ്ടുപേരും ഒരുപോലെ ഗ്രോ ചെയ്യുന്നുണ്ട്, രണ്ടുപേർക്കും ഒരേപോലത്തെ ലെസൺസ് ഉണ്ടാവുന്നുണ്ട്. സി എക്സാക്ട്ലി, ഓക്കെ, ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ വലിയ രീതിയിൽ ചേഞ്ച് ആക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫാണ് മാറാൻ പോകുന്നത്. ഈ വ്യക്തി കാരണം, ആ വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫ് മാറാൻ പോകുന്നത്. നിങ്ങളുടെ അത്ര ഒരു കമ്പാനിയൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ. നിങ്ങൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. ഈ വ്യക്തി നിങ്ങളുടെ ശത്രുവല്ല. ഈ വ്യക്തി നിങ്ങളെ ഒരു രീതിയിലും അങ്ങനെ അത്രയും വിഷമിപ്പിക്കാനോ അത്ര ഒരു ബുദ്ധിമുട്ട് തരാനോ വന്നിട്ടുള്ളതല്ല. ആ വ്യക്തി കാരണം എന്തെങ്കിലും സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ അതിനർത്ഥം നിങ്ങൾ അവിടെ തന്നെ നിന്ന് എല്ലാ സ്ട്രഗിളും ഏറ്റുവാങ്ങുക എന്നുള്ളതല്ല. അതൊന്ന് പഠിച്ച് നിങ്ങൾ സ്വയം ഗ്രോ ചെയ്യുക. നിങ്ങൾ എത്രമാത്രം പഠിച്ചു തീരുന്നോ എന്നിട്ട് വേണം ആ വ്യക്തിക്ക് അവരുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ബിക്കോസ് ഒരാള് പോയി കഴിഞ്ഞിട്ടാണ് മറ്റൊരാള് അതേ അവസ്ഥയിൽ കൂടെ പോകുന്നത്. സോ ഇന്ന് നിങ്ങൾ ആ വ്യക്തിയെ പറ്റിയിട്ട് ആലോചിച്ച് വിഷമിക്കുകയാണ്, ഇന്ന് ആ വ്യക്തി നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുള്ളൂ. നിങ്ങൾ അത്രയും സമയം അവിടെ വേസ്റ്റ് ആക്കാണ്. പകരം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഗ്രോത്തിലേക്ക്, നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലേക്ക്, നിങ്ങളുടേതായിട്ടുള്ള പൊട്ടൻഷ്യലിലേക്ക്, ഇങ്ങനത്തെ ഗ്രോത്തിലേക്കൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ കഴിവ്, നിങ്ങളെന്ന വ്യക്തി ഒരുപാട് അറിയപ്പെടേണ്ട ഒരു പേഴ്സൺ ആണ്, ഒരുപാട് ഉയർച്ചയിലെത്തേണ്ട ഒരു പേഴ്സൺ ആണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്. അല്ലെങ്കിൽ വളരെ കാര്യങ്ങളൊക്കെ ക്ഷമയോട് കൂടിയിട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് തിരക്ക് കാണിക്കാൻ പാടില്ല, ഒരുപാട് ദേഷ്യം കാണിക്കാൻ പാടില്ല, വാശി വൈരാഗ്യം ഒന്നും കാണിക്കാൻ പാടില്ല. ഈ ഒരു തിരിച്ചറിവിലൂടെയൊക്കെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാണ്. ആ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കാര്യങ്ങൾ ചെയ്യാനും കൂടെ ഉള്ള ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം ആയിട്ട് പല സിമിലാരിറ്റീസ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കണം. ബട്ട് ഐ എം നോട്ട് ടെല്ലിങ് ഓക്കെ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണെന്നുള്ളത്. ആൻഡ് അങ്ങനത്തെ ഒരു ലേബലും കൊടുക്കാതിരിക്കാം. ഓക്കെ, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പഠിക്കുന്നത്, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷനിലേക്ക് വരിക, നിങ്ങളുടേതായിട്ടുള്ള ഗ്രോത്തിലേക്ക് വരിക. ആ സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളുടെ ഒരു ലെവലിലേക്ക് വരാൻ സാധിക്കും. ആൻഡ് സി, അതാണ് നിങ്ങളുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. രണ്ടുപേര് ഒരേ രീതിയിൽ അവിടെ ഗ്രോ ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് സി അഗെയിൻ സി വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ടാളുകളാണ് നിങ്ങൾ. അല്ലെങ്കിൽ എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വളരെ ചൂസൺ ആയിട്ടുള്ള ആളുകൾ എന്ന് നമ്മൾ പറയില്ലേ, സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ. ഓക്കെ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചൈൽഡ് കിഡ്സ് എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള സോൾസ്, രണ്ട് സോൾസ്. ഓക്കെ, ഒരു മിഷൻ തന്നിട്ട് നിങ്ങളെ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ള ഒരു പവർ ഉണ്ട്. ഓക്കെ, സോ അവിടെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ റൊമാൻറ്റിക്കലി ഒരുപാട് എടുത്ത് നിങ്ങൾ അതിലൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. ഓക്കെ, അതങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ സംഭവിക്കുക, അതല്ലാതെ ഡിഫറെൻ്റ് ആയിട്ട് കാര്യങ്ങൾ കാണുക, അതിന് പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഒരു സമയത്താണ് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് എന്തെങ്കിലും വിഷമം ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ, ഒരു രീതിയിലുള്ളൊരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും വെക്കരുത്. അവളുടെ ക്ഷമിക്കുക, സ്പേസ് കൊടുക്കുക. ഓക്കെ, ആൻഡ് സ്പേസ് ധൈര്യമായിട്ട് കൊടുക്കുക. നിങ്ങൾ ഓടിച്ച് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഓൾറെഡി മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ വൈ യു നീഡ് ടു ക്രിയേറ്റ് സംതിങ്, റൈറ്റ്? സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഇത് നിങ്ങൾക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത്. അതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Group number 2, the person on your mind. Why did you meet this person? എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്? എന്താണ് ഈ
ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 2. വൈ ഡിഡ് യു മീറ്റ് ദിസ് പേഴ്സൺ? എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്? ഗ്രൂപ്പ് നമ്പർ 2. ഓൾറൈറ്റ്. സോ ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ്, ലെസൺ ഓർ ഒരു ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്. റൈറ്റ്? നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ തിരിച്ചറിയാൻ, നിങ്ങൾ എന്താന്നുള്ളത് തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ആവണം, നിങ്ങൾ എങ്ങനെ ആവരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു വ്യക്തി ആയിരിക്കാം. റൈറ്റ്? സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മേജർ കർമ്മ ഈ ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ഒരു കാർമിക് സോൾമേറ്റ് അല്ലെങ്കിൽ കാർമിക് സിറ്റുവേഷൻ എന്ന് പറയുന്നില്ല, ബട്ട് ഈ വ്യക്തിയുടെ കൂടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മേജർ ലെസണിലൂടെ പോയിട്ടുണ്ടായിരിക്കണം. സോ ഇതാണ് പ്രോബബ്ലി നിങ്ങൾ ജീവിതം മാറ്റിമറിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അവരുടെ അടുത്തുനിന്ന് ഉണ്ടായിട്ടുള്ള വളരെ എന്തെങ്കിലുമൊക്കെ ഡീപ്പായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കാം, ഗുഡ് ഓർ ബാഡ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന കാര്യം. ഓക്കെ, സോ ബാഡ് ആയിട്ടൊരു സിറ്റുവേഷൻ ഇല്ല, നമുക്കത് വിഷമാക്കുന്നതുകൊണ്ടാണ് നമ്മളത് ബാഡ് ആയിട്ട് എടുക്കുന്നത്. റൈറ്റ്? സോ നിങ്ങൾക്ക് ഇങ്ങനെ വളരെ ഡീപ്പായിട്ടുള്ള അനുഭവം ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. റൈറ്റ്? അഗെയിൻ ഇതൊരു കൈൻഡ് ഓഫ് യൂണിയൻ ആണ്. റൈറ്റ്? സോ നിങ്ങളുടെ സോൾ ഓൾറെഡി പരിചയമുള്ള ആളുകളാണ്, കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, ടീമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിലെ ഒരു ടീമാണ്. നിങ്ങൾ പോകുന്ന ജേർണിയിൽ നിങ്ങളുടെ ഒരു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യത്തിൽ നിങ്ങളുടെ ഒരു ടീമാണ്. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഒരു സൗഹൃദമായിട്ടായിരിക്കാം. ഓക്കെ, അത് വർക്ക് പ്ലേസിലോ നിങ്ങളുടെ യാത്രയിലോ കൂടെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. ചില ആളുകൾ മേ ബി നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കണ്ടിട്ടുള്ള ആളുകളായിരിക്കാം. ഓർ നിങ്ങൾ ഇതുപോലുള്ള ചില യാത്രയിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളൊരു സൗഹൃദമായിരിക്കാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഒരു സമയം വരെ നിങ്ങളൊരു റിലേഷൻഷിപ്പ്, ഈവൻ നിങ്ങളത് റിലേഷൻഷിപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എൻഡ് ആക്കുന്നത് അല്ലെങ്കിൽ എൻഡിൽ എത്തുന്നത് സൗഹൃദമായിട്ടായിരിക്കാം. ഓൾ റൈറ്റ്? വൈ? എന്തുകൊണ്ടായിരിക്കാം അത്? ഇനീഷ്യലി നമ്മൾ എസ്പെഷ്യലി നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡറിനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നാച്ചുറലി നമുക്ക് അവിടെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ഉണ്ടാവും, അല്ലെ? ഒരു റൊമാൻസ് ഉണ്ടാവും, ഇഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്ടമായിരിക്കാം നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യുന്നുണ്ടായിരിക്കുക, നമ്മുടെ അങ്ങനത്തെ ഒരു അട്രാക്ഷൻ കാരണം. പിന്നെ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുക, ഓക്കെ, ഈ വ്യക്തി എൻ്റെ ലൈഫിൽ അങ്ങനെ നിൽക്കേണ്ട ഒരു പേഴ്സൺ അല്ല, ഈ വ്യക്തി നല്ലൊരു സുഹൃത്താക്കാനുള്ളൊരു സാധ്യതയുള്ള ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ക്വാളിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. റൈറ്റ്? സോ അതുപോലത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് നിങ്ങൾ പരസ്പരം നിങ്ങളുടെ രണ്ടുപേരുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ രണ്ടുപേരുടെ ഒരു ബോണ്ട് എന്താണെന്ന് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഓടി വരുന്ന ഒരു പേഴ്സൺ ആണ്. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേഴ്സണും ഇയാൾ തന്നെ ആയിരിക്കാം. ഓക്കെ, ബിക്കോസ് ഇതൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. റൈറ്റ്? ബട്ട് നിങ്ങൾക്കിടയിൽ നല്ലൊരു ബോണ്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഇത് ചില ആളുകൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആൾ സെയിം ജെൻഡർ ആയിരിക്കാം. റൈറ്റ്? ഗ്രൂപ്പ് നമ്പർ 2, വൈ ഡിഡ് യു മീറ്റ് ദിസ് പേഴ്സൺ? നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, നിങ്ങൾ ഒരുപാട് പേടിപ്പിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് ഒരുപാട് ടച്ച് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണത്. സോ നിങ്ങൾ പലതും ഇഗ്നോർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും, അതായത് ഈ വ്യക്തി വരുന്നതിന് മുൻപ് നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഫിയർ, നിങ്ങൾ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ പല സമയത്തായിട്ട് അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ, അല്ലെ? നിങ്ങൾ തൊടാൻ പേടിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ വ്യക്തി എടുത്തിട്ട് എല്ലാം പുറത്തേക്ക് കൊണ്ടുവരും. ഓക്കെ, അതായത് ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് ട്രിഗർ ചെയ്യും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. ഈ വ്യക്തി പല ഫിയേഴ്സും തരും. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് പല ഫിയേഴ്സ് തരും. ഗൈസ്, ഗ്രൂപ്പ് നമ്പർ 2, വളരെ ധൈര്യത്തോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഓരോ ഫിയേഴ്സും, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ആങ്സൈറ്റി, നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ലെസൺ, ഓരോ ചലഞ്ച് നിങ്ങൾ എടുക്കേണ്ടത്. അത് സെന്റിമെന്റൽ ആയിട്ട് എടുക്കരുത്. ഓക്കെ, ബിക്കോസ് എത്രമാത്രം ഫിയേഴ്സ് നിങ്ങൾ അൺലോക്ക് ചെയ്യുന്നോ അവിടെ എന്താ സംഭവിക്കുക, നിങ്ങൾ അത്രമാത്രം നിങ്ങൾ കൂടുതൽ ഡിസ്കവർ ചെയ്യാണ് ചെയ്യുന്നത്. റൈറ്റ്? ആൻഡ് ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് വളരെ ഒരു ഈഗോ ഉണ്ടാവും, ദേഷ്യം ഉണ്ടായിരിക്കാം. ബട്ട് ഒരു പ്ലേസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഉണ്ടാവില്ല. നിങ്ങൾ ഒരു സമയത്ത് വിചാരിക്കും, ഓക്കെ, ഈ വ്യക്തി ഒരിക്കലും എൻ്റെ ലൈഫിൽ വേണ്ട, ഇവരെ കംപ്ലീറ്റ്ലി മാറ്റി നിർത്താം നിങ്ങൾ വിചാരിക്കും. പക്ഷേ ആ ഒരു അനുഭവത്തിലൂടെയൊക്കെ പോയി കഴിയുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും പാച്ചപ്പ് ആവും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങൾ വീണ്ടും കണക്ട് ആവും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് ഇതുപോലെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കുക എന്തെങ്കിലുമൊക്കെ എക്സാംസ് ഒക്കെ നടക്കുന്ന സമയത്തായിരിക്കാം, അല്ലെ? സോ ഇങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, എക്സാം
ഒരു എക്സാം ഹാൾ ഓർ അങ്ങനത്തെ എന്തെങ്കിലും പ്ലേസ് ആയിരിക്കാം, സ്കൂൾ, കോളേജ്, റൈറ്റ്, ഓർ എന്തെങ്കിലും ഗവൺമെന്റ് പ്ലേസ് ആയിരിക്കാം, റൈറ്റ്, ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിരിക്കാം, റൈറ്റ്, ഓർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ വർക്ക് ഒക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം, ട്രാവലേഴ്സ് ആയിരിക്കാം ചില ആളുകൾ, റൈറ്റ്, വേറെ പ്ലേസ് നിന്നായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ടായിരിക്കാം, വേറെ കൺട്രിയിൽ നിന്നായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ടായിരിക്കാം, വേറെ കൺട്രിയിൽ നിന്നുള്ള ആളുകളായിരിക്കാം. അതായിരിക്കാം നിങ്ങളുടെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡിഫറെന്റ് കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകൾ. ബട്ട് നിങ്ങൾ എങ്ങനെ എത്ര ബോണ്ട് ഉണ്ടാക്കി, അത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, റൈറ്റ്. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒരിക്കലും ഒരു കൗതുകമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ സൗഹൃദം, നിങ്ങളുടെ ഈവൻ നിങ്ങളത് മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്തും അത് ഡെഫിനറ്റ്ലി ഒരു കൗതുകമാണ് നിങ്ങളെ കാണുന്ന സമയത്ത്, റൈറ്റ്. സോ ഇത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ലെസൺ ആണ്, നിങ്ങൾ പഠിച്ചിറങ്ങേണ്ട ഒരു ലെസൺ ആണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ചെയ്യുക, ഒരു ഫേസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. എപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ സാധിക്കുക? ഈ സമയത്ത് ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മനപ്രയാസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓവർകം ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു റിലീഫ് ഉണ്ട്, നിങ്ങൾ പഠിക്കുന്ന കാര്യമുണ്ട്, നിങ്ങൾ ഗെയിൻ ചെയ്യുന്ന കാര്യമുണ്ട്, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ട്. അതിലേക്ക് വരുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ വേറൊരു ഡയറക്ഷനിലാണ് കാണുക, വേറൊരു ഡയറക്ഷനിലേക്കാണ് അത് പോവുക, വേറെ രീതിയിലാണ് ഒരു സിറ്റുവേഷൻ കാണുക. ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫിൽ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഈ വ്യക്തിയുമായിട്ട് ഈ വ്യക്തിയുടെ പാത്ത് നിങ്ങൾക്ക് ക്രോസ് ചെയ്യാതെ പോകാൻ പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. കുറച്ച് സമയത്തേക്കായിരിക്കാം നിങ്ങൾ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുക. ബട്ട് ഈ ഒരു വഴി അല്ലാതെ നിങ്ങൾക്ക് വേറൊരു വഴിയിൽ കൂടെ പോകാൻ സാധിക്കില്ല. സോ ഒരിക്കലും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യരുത്, എന്തിന് ഈ വ്യക്തി എൻ്റെ ലൈഫിൽ വന്നു, എന്തിനിങ്ങനെ, അല്ലെങ്കിൽ ഇത് ശരിയാവില്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ എന്തിന് എൻ്റെ ലൈഫിൽ വന്നു. ബിക്കോസ് ഈ വഴിയിൽ കൂടി നിങ്ങൾക്ക് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, ആ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് അത്ര ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസൺ ഇല്ല എന്നുണ്ടെങ്കിലും ആ വ്യക്തി കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലെസൺ ഉണ്ടാവാനുള്ളൊരു സാധ്യതയായിരിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക്. ഓക്കെ, സോ രണ്ടാൾക്കുള്ള ഒരു സിറ്റുവേഷൻ എന്നുള്ളതല്ല, ആരെങ്കിലും ഒരാള് ഈ റിലേഷൻഷിപ്പിൽ അങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ട്രിഗർ ചെയ്യേണ്ടത്, ഹെൽപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഹെൽപ്പ് ചെയ്യാൻ മീൻസ് ലൈക്ക് നമ്മൾ വീട് കിടക്കുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യില്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. നിങ്ങൾ അങ്ങനെയല്ല എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് വലിയ കഷ്ടപ്പാട് തരും ഈ വ്യക്തി, വലിയ ചലഞ്ച് തരും. ഓക്കെ, സോ അത് ട്രസ്റ്റ് ഇഷ്യൂ ആയിരിക്കാം ചില ആളുകൾക്ക്. കമോൺ ഗായ്സ്, നിങ്ങൾക്ക് ഈ വ്യക്തി കാരണം മേജർ ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായി, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു വേദന ഉണ്ടായി, വിഷമം ഉണ്ടായി, സിറ്റുവേഷൻ ഉണ്ടായി ഈ ലൈഫിൽ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഐ നോ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, നമ്മളെല്ലാ രീതിയിലും തകർക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിന്ന് നിങ്ങൾ ആ ഒരു വ്യക്തിയോടുള്ള ഒരു ദേഷ്യമോ വെറുപ്പോ അല്ല നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അതിന്ന് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ആ ഒരു ദേഷ്യം വൈരാഗ്യം ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങൾ ആ സിറ്റുവേഷൻ ഓവർകം ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് വലിയൊരു സ്നേഹം ഉണ്ടാവും, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ സൗഹൃദത്തിൽ വരുന്നുള്ളതല്ല. ട്രസ്റ്റ് മീ ഗായ്സ്, ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായി, ട്രോമ ഉണ്ടായി നിങ്ങൾ വിചാരിക്കുകയാണ്. അതായത് ആ ഒരു കാര്യം അനുഭവിക്കുന്ന സമയത്ത് ഇല്ല, ഇനി എനിക്കത് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല, ക്ഷമിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണ്. ബട്ട് നിങ്ങളിത് ഓവർകം ചെയ്തു വരുന്ന സമയത്ത് ഈ വ്യക്തി നിങ്ങളുടെ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിലും ഈ ഒരു പ്രയാസം ആ വ്യക്തി ഇങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. ആ ഒരു മെമ്മറീസ് ഉണ്ടാവില്ല. നിങ്ങളുടെ കർമ്മ അങ്ങനെ ഹീലായി പോവാണ്, ക്ലിയർ ആയി പോവാണ്. ബട്ട് ആ ഒരു സ്റ്റേജ്, ഈ വ്യക്തിയുമായിട്ട് പോകുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അത്ര ഒരു ഈസി ആയിക്കൊള്ളണമെന്നില്ല. ഓൾറൈറ്റ്, സോ റിലേറ്റ് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2, വൈ ഡിഡ് യു മീറ്റ് ദിസ് പേഴ്സൺ? അഗൈൻ നിങ്ങളുടെ ലൈഫിൽ മേബി ആ ഒരു ഡീൽ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, സോ പല കാര്യങ്ങൾ അൺലോക്ക് ചെയ്യാൻ ഈ ഒരു റിലേഷൻഷിപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പല ഡൗട്ട്സ് ക്ലിയർ ആവുന്നുണ്ട്, നിങ്ങളുടെ പല കൺഫ്യൂഷൻസ് ക്ലിയർ ആക്കുക എന്നുള്ളതും കൂടിയാണ്, നിങ്ങളുടെ പല കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഉദ്ദേശം. ആൻഡ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും കൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇതിലൂടെ പോകുന്ന അനുഭവം നിങ്ങളെ ഒരുപാട് പഠിപ്പിക്കും. ഓക്കെ, അല്ലെങ്കിൽ മേജർ ആയിട്ട് എടുത്തു പറയേണ്ടത്, നിങ്ങൾക്ക് കൂടുതൽ അതായത് ഈ ഒരു വ്യക്തി വരുന്നതിന് മുൻപ് വരെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ ഉള്ള ഒരു കഴിവിനേക്കാൾ കൂടുതലായിരിക്കും നിങ്ങൾ ഈ ഒരു പ്ലേസിലേക്ക് വന്നതിന് ശേഷം, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം. ഓക്കെ, അതായത് ഈ ഒരു അനുഭവം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ആളുകളെ മനസ്സിലാക്കാൻ, സിറ്റുവേഷൻ മനസ്സിലാക്കാൻ. ഓക്കെ, കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു യാത്രയിലേക്ക് നിങ്ങൾ വന്ന് അതിന്ന് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത്.
ചില ആളുകൾക്ക് കുറച്ചൊരു സ്ട്രഗിൾ ആവുന്നത് സ്പെഷ്യലി നിങ്ങൾ അങ്ങനത്തെ ഒരു റൊമാൻറ്റിക് പ്ലേസിലേക്ക് വരുന്ന സമയത്താണ്. ഓക്കെ, ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് അങ്ങനത്തെ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇമോഷണൽ ഷെയർ ചെയ്യുന്ന സമയത്ത്, അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഡിഫിക്കൽട്ട് ഉണ്ടാവുക ഇതിന്ന് പെട്ടെന്ന് ഓവർകം ചെയ്യാൻ ഉള്ളൊരു സ്ട്രഗിൾ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു സ്ട്രഗിൾ ഉണ്ടായിരിക്കണം ഈ വ്യക്തിയുമായിട്ട്. ഓക്കെ, ആൻഡ് അഗെയിൻ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ നിങ്ങൾക്കത് വളരെ ഹെൽത്തി ആയിട്ട് പോകുന്ന ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അത്ര ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, അത്ര ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് ഈ വ്യക്തിയുടെ അടുത്ത്, ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ വളരെ നല്ല കാര്യം. ബട്ട് അതല്ല, ഈ വ്യക്തിയുമായിട്ട് ഉള്ളൊരു വളരെ ഒരു അറ്റാച്ച്മെന്റ്, ഫിസിക്കലി ഉള്ളൊരു ഡിസയർ ഉണ്ടാവുക, അത് പ്രോബബ്ലി നിങ്ങൾക്കറിയാം അത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്നുണ്ട്, അത് നിങ്ങൾ ഒരുപാട് ഡ്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ, വേറെ ആളുകൾ, ഒരു കൈൻഡ് ഓഫ് ട്രയാങ്കിൾ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അവിടെ നിങ്ങൾ ഫിസിക്കലി കൂടെ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ, അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഒരു കർമ്മ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചാലഞ്ച്, നിങ്ങളൊരു ലൈഫിന്റെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ചക്രവ്യൂഹത്തിലൂടെ പോകുന്നത് പോലെയാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്ന് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. ബട്ട് നിങ്ങളുടെ ക്ഷമ, നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ അതിന്ന് യുക്തിയോട് കൂടിയിട്ട് ചെയ്തു വരുന്നോ, അത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷന്, ഈ ഒരു ലൂപ്പിൽ നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് കൊണ്ടുപോകുന്നതെങ്കിലും. ഓക്കെ, എല്ലാവരുടെ സിറ്റുവേഷൻ അങ്ങനെയെന്ന് പറയുന്നില്ല. ഇതിൽ വന്ന് പെട്ട് നിങ്ങൾക്ക് ഇതിന്ന് എങ്ങനെ ഇറങ്ങി പോരണം എന്ന് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വഴി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അത് ഇറ്റ്സ് ലൈക്ക് നമ്മൾ കെട്ടിവെച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് നമ്മൾ ഓരോന്ന് പൊട്ടിച്ച് കളയാന്നുള്ളതാണ്. അവിടെ ഫിസിക്കൽ ബോണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഫിസിക്കൽ ഇന്റിമസി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അത് ഹെൽത്തി ആയിട്ടല്ല അത് പോകുന്നതെങ്കിൽ, അത് നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ഡ്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇമോഷണലി ഡിപ്പെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഈ പേഴ്സൺ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല, എത്ര വിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ മുറുകെ പിടിച്ചോളാം എന്നൊക്കെ പറയുന്നതൊക്കെ ഓരോ കാര്യങ്ങളും നിങ്ങൾ അവിടെ ബ്രേക്ക് ചെയ്ത് കട്ട് ചെയ്ത് നിങ്ങൾ ഫ്രീ ആക്കി കൊണ്ടുവരുന്ന സമയത്താണ് നിങ്ങൾക്ക് അതിന് പുറത്തേക്ക് വരാൻ സാധിക്കാം. ഓക്കെ, അവിടെ പുതിയ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, പുതിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്, തീരുമാനങ്ങൾ നമ്മളായിട്ട് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെ സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു, നിങ്ങൾക്ക് അത് എത്രമാത്രം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എക്സാക്ട്ലി. ഓക്കെ, ഇതിലൂടെ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ വളരെ കൂടുതൽ തിരിച്ചറിയും. സോ ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളൊരു മിസ്റ്റേക്ക് ആയിട്ട് കാണുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സോ, നിങ്ങളത് നിങ്ങൾക്ക് നേരെയുള്ള ഒരു വെപ്പണായിട്ട് എടുക്കരുത്. ഓക്കെ, നിങ്ങൾക്കത് ക്ഷമിക്കാൻ സാധിക്കണം. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ്, ശരീരം ഒക്കെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഓൾറൈറ്റ്, നിങ്ങളുടെ ഡിസയർ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വലിയൊരു സ്ട്രഗിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ലൈക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു സമയത്ത് നിങ്ങൾക്ക് ഇയാൾ ഇല്ലാണ്ട് പറ്റില്ല, ഇത് എൻ്റെ ലൈഫ് എന്ന് വിചാരിക്കും, ഇതാണ് എൻ്റെ ഫൈനൽ റിലേഷൻഷിപ്പ്, ഫൈനൽ പേഴ്സൺ, ഇനി ഇതിൽ കൂടുതൽ ഒന്നുമില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും എനിക്ക് വേണ്ട എന്ന് തോന്നുന്ന ഒരു ഫേസിലൂടെ നിങ്ങൾ പോയിട്ട് അതിന്ന് പുറത്തേക്ക് വരും നിങ്ങൾ. ഓക്കെ, ആ ഒരു ഫേസിന്ന്, ആ ഒരു ചിന്താഗതിന്ന്, ആ ഒരു കോ ഡിപ്പെൻഡൻസിന്ന്, അല്ലെങ്കിൽ ആ ഒരു ടോക്സിസിറ്റിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കാണുന്ന സമയത്ത് നിങ്ങൾക്കതൊരു ഡിഫറെൻറ്റ് രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് അത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആ വ്യക്തിയുടെ ക്വാളിറ്റീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ വ്യക്തിയോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഡിഫറെന്റ് ബോണ്ട്, ഹെൽത്തി ആയിട്ടുള്ള ബോണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അത് നിങ്ങളുടെ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല, അത് കംപ്ലീറ്റ്ലി ക്ലിയർ ആയി പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. നിങ്ങളുടെ ടാലൻസ് ഓർ നിങ്ങളെ കുറെ കൂടെ ബോൾഡ് ആക്കുക, നിങ്ങളെ കുറച്ചുകൂടെ ബെറ്റർ ആക്കുക എന്നുള്ളതൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അയാളുടെ ഒരു ഇന്റൻഷൻ എന്നുള്ളതല്ല, ഇതൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, നിങ്ങളുടെ ആ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളാണിത്. ഓക്കെ, സോ ഒരു സമയം വരെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഹെൽപ്ലെസ് വേർഷൻ കാണിക്കും, പിന്നീട് നിങ്ങളുടെ ആ ഒരു ബോൾഡ് വേർഷൻ കാണിക്കും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം നിങ്ങൾ
നിങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരിക്കാം, അവർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ അതുപോലത്തെ മാറ്റങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ ആണ്. നിങ്ങളുടെ ലൈഫിന്റെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഇത് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് മേ ബി ലൈക്ക് ചില ആളുകൾ നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ഒരു ഫേസിലൂടെ ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം, ഈ വ്യക്തി കാരണം എന്തൊക്കെ ഡാമേജ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ ഗൈസ്, അത് കുറെ കാലം നിൽക്കേണ്ടതായിട്ടുള്ളതല്ല. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. ഓക്കെ, കംപ്ലീറ്റ്ലി അതിൻ്റെ ഒരു സ്കാർച്ച് പോലും ഉണ്ടാവില്ല, അതിൻ്റെ ഒരു കറ പോലും, അതിൻ്റെ ഒരു മാർക്ക് പോലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. ചില ആളുകൾക്ക് അങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ക്ലിയർ ആയിട്ട് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഈ ഒരു വ്യക്തിയെ കൊണ്ട് ഉണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഓക്കെ, അതെല്ലാം ഉണ്ടെങ്കിൽ എന്തൊക്കെ തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കാനും കൂടെ അവിടെ പറ്റുന്നുണ്ട്. സോ ഇതിൽ എന്തൊക്കെയാണോ ഈ ഒരു റിലേഷൻഷിപ്പ് എന്തൊക്കെയാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത്, എന്തൊക്കെയാണോ എന്നുള്ള നല്ല എക്സ്പീരിയൻസ്, നിങ്ങൾ അങ്ങനെയാണ് അത് എടുക്കേണ്ടത്. ഓക്കെ, ടിപ്പ് നമ്പർ 2, ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ന വ്യക്തിയെയാണ് ഒരുപാട് സ്ട്രോങ് ആക്കുന്നത്. നിങ്ങളുടെ വാക്ക്, നിങ്ങളുടെ സംസാരം, ഓക്കെ, നിങ്ങളുടെ സംസാരം, പ്രവൃത്തി, ആക്ഷൻ ഒക്കെ ഈ ഒരു അനുഭവത്തിന് ശേഷം വളരെ ചേഞ്ച് ആവും. ഓക്കെ, അതുവരെ നിങ്ങൾക്കൊരു ഉറപ്പില്ലാണ്ടാണ് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിങ്ങൾ പല പല കാര്യങ്ങൾ ചെയ്യും, പേടിയോ ആങ്സൈറ്റി ആയിരിക്കാം നിങ്ങൾ കൂടുതൽ കൺട്രോൾ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. ബട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ ഈ ഒരു ജേർണിയിൽ നിന്ന് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ അത്ര ഒരു ഓണർഷിപ്പ് ഉണ്ടാവുകയാണ്, നിങ്ങൾക്ക് അത്ര ഒരു കൺട്രോൾ നിങ്ങളുടെ മേലെ ഉണ്ടാവുകയാണ്, നിങ്ങൾ സ്വയം നിങ്ങൾ ബിൽഡ് ചെയ്യാണ്. ഓക്കെ, ഇത് ലൈക്ക് ജസ്റ്റ് ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തനിയെ വരുന്ന മാറ്റങ്ങൾ എന്നുള്ളതല്ല. ഓക്കെ, സോ നമുക്കറിയാം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തൊക്കെ കഴിക്കണം എന്നുള്ളത്, അല്ലെ? പക്ഷെ എല്ലാം വാരി വലിച്ച് കഴിച്ചിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്ന് അങ്ങനത്തെ ഒരു ഹാബിറ്റിലേക്ക് വരാൻ വളരെ സ്ട്രഗിൾ ആണ്. അത്ര മനസ്സിന് ശക്തിയുള്ള ആളുകൾക്കാണ് അത് സാധിക്കുക, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരണം. നിങ്ങൾ അങ്ങനത്തെ ആളുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് അത്ര മനസ്സിന് ശക്തി കുറഞ്ഞിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റബേൺ ആയിട്ട് ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ആളുകളാണ്. എസ്പെഷ്യലി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ പഠിപ്പിക്കുന്നതും അതാണ്, ചില കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ആക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനത്തെ പവർ യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ കൂടുതൽ ഒരു ഓണർഷിപ്പ് ഉണ്ടാക്കി എടുക്കാൻ ഈ ഒരു റിലേഷൻഷിപ്പ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഓരോ വിഷമങ്ങളും ഓരോ സിറ്റുവേഷനും നിങ്ങൾ അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഓരോ നല്ല അനുഭവങ്ങളും നിങ്ങൾ അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിന് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ വ്യക്തി കാരണം നിങ്ങൾക്ക് എന്തൊക്കെ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ഷമിക്കാൻ പറ്റണം. ഓക്കെ, ഇത് മേ ബി നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, അല്ലെ, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം, റൈറ്റ്? ചില ആളുകൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു കൈൻഡ് ഓഫ് കുറച്ച് സമയം വരെ ഒരു ട്രയാങ്കിൾ സിറ്റുവേഷനിൽ കൂടിയാണ് പോയിട്ടുള്ളത്. അതായത് നിങ്ങൾക്കിടയിൽ വേറൊരു കാര്യം കൊണ്ട് അല്ലെങ്കിൽ വേറൊരാൾ കൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ സെൽഫ് റെസ്പെക്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, റൈറ്റ്? അവിടെ നിന്നായിരിക്കും നിങ്ങൾ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഞാൻ ഇങ്ങനെയല്ല, എന്നെ ഇങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, എനിക്ക് കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ചില പ്ലേസിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി വരാനുള്ള ഒരു തിരിച്ചറിവ്, ധൈര്യം, അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഒരു ഫിയർ എന്ന് പറയുന്നത്, അതൊക്കെ ആയിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 2, ഈ ഒരു ജേർണി അവിടെ ഒരു ഡിവൈൻ ടച്ച് ഉണ്ടാവുന്നുണ്ട്, ഡിവൈൻ വാച്ച് ചെയ്യുന്നുണ്ട്, ഓർ ഡിവൈൻ പ്ലാൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ പോകുന്ന സിറ്റുവേഷൻ നിങ്ങൾ അവിടെ ഒറ്റയ്ക്കല്ല. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പോകുന്നത്. ഈ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു പാത്താണ്. ഓക്കെ, സോ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട നിങ്ങളുടെ പ്രയാസം, നിങ്ങൾ പോകുന്ന അവസ്ഥ ആരും കാണാനില്ലേ. മേ ബി നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് അതാണ്. ബിക്കോസ് ഈ ഒരു ജേർണിയിൽ, ഈ വ്യക്തിയുമായിട്ടുള്ള ജേർണിയിൽ നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു ഒറ്റപ്പെടൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഈ പേഴ്സൺ ഉണ്ടാവുന്നില്ല, അല്ലെ? എന്തുകൊണ്ടാണ്? അവിടെ വേറെ എന്തൊരു കാര്യം ഇൻവോൾവ് ആവുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഓണർഷിപ്പ് ഉണ്ടാവുന്നില്ല, റൈറ്റ്? അല്ലെങ്കിൽ എപ്പോഴും ഒരു ലാക്നെസ് അവിടെ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഒരു സ്പേസ്, ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്കിടയിൽ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? എന്തോ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ ഉണ്ട്. അത് വേറൊരു വ്യക്തി ആയിരിക്കാം, വേറെ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് വരാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ആയിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കാറ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് വരാൻ ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയില്ല എന്നുള്ളതല്ല. ബട്ട് ഈ ഒരു ചാലഞ്ചിലൂടെ നിങ്ങൾ പോകണം.
ആൻഡ് ആ പോകുന്ന സമയത്താണ് നിങ്ങൾ മനസ്സിലാക്കുക അതിനുള്ളൊരു പോസിബിലിറ്റി നിങ്ങൾക്ക് അവിടെ തരുമോ എന്നുള്ളത്. ബിക്കോസ് നിങ്ങൾ എന്ത് അവസ്ഥയിൽ കൂടെയാണോ പോകുന്നത് അത് ഓൾറെഡി നിങ്ങളുടെ ഡെസ്റ്റിനിയാണ്, ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നോ അത് നിങ്ങളുടെ ആക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഒരു കാര്യം ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം നമ്മളുടെ ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസ് വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതല്ല, ഇതിലൂടെ നിങ്ങൾ പോവേണ്ടതായിട്ടുണ്ട്. എന്ത് ഡീപ്പായിട്ടുള്ള ഒരു പ്രയാസം ഈ ഒരു വ്യക്തി കാരണം, ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള ഒരു കാരണം അവിടെ ഉണ്ട്. ഓക്കെ, ഒരു സമയത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ വ്യക്തിയോട് നിങ്ങൾക്ക് വലിയൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമോഷനേ ഉണ്ടാവുള്ളൂ. അത് ഈവൻ ആ വ്യക്തി നിങ്ങളുടെ ഒന്നുകിൽ ഇപ്പം ആ വ്യക്തിയുടെ ഒരു ഓർമ്മ പോലും നമ്മുടെ ലൈഫിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും റിലീഫാണ് അല്ലെ, നമുക്ക് അത്രയും പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ അത്രയും അറ്റാച്ച്മെന്റ്, അത്ര ഒരുപാട് സ്നേഹം തോന്നിയിട്ടുള്ളൊരു പേഴ്സണെ നമ്മൾ അങ്ങനെ വിട്ട് കളയുന്ന സമയത്ത് എപ്പോഴും വലിയൊരു വിഷമായിട്ടാണ് നമ്മളുടെ ഉള്ളിൽ കിടക്കുക അല്ലെ. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈവൻ നിങ്ങൾക്ക് ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ പിന്നീട് ഒരു സ്റ്റേജിന് ശേഷം പിന്നീട് അത് ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കില്ല, ആ ഒരു ഓർമ്മ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഓക്കെ, അല്ലെങ്കിൽ ഈ വ്യക്തി അങ്ങനെ അത്ര ഒരു വിഷമം നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അടുത്ത് കംപ്ലീറ്റ്ലി ക്ഷമിക്കാൻ പറ്റും. നിങ്ങൾ അത് നിങ്ങളുടെ ഒരു ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾ ട്രിഗർ ചെയ്യില്ല, നിങ്ങളൊരു ട്രോമയായിട്ട് നിങ്ങൾ പറയില്ല ഈ വ്യക്തി എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു, അതൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല, ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയില്ല. ഓക്കെ, അതുപോലത്തെ ഒരു മാറ്റം, അതുപോലത്തെ ഒരു വിസ്ഡം, അതുപോലത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 നൗ. ഹലോ, ഗ്രൂപ്പ് നമ്പർ 3. വൈ ഡിഡ് യു മീറ്റ് ദിസ് പേഴ്സൺ? എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്? എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഇൻറ്റൻഷൻ? എന്ത് കണക്ഷനാണ്? എന്താണ് റിലേഷൻഷിപ്പിനെ പറ്റി, ഈ വ്യക്തിയെ പറ്റി നിങ്ങൾ അറിയേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. സോ തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ. വൈ ഡിഡ് യു മീറ്റ് ദിസ് പേഴ്സൺ? ഓൾറൈറ്റ്, സോ ഗ്രൂപ്പ് നമ്പർ 3, 2 സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, 2 വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ, ബട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷനാണ്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ എർത്ത് സൈൻ ആൻഡ് ഫയർ സൈൻ ആയിരിക്കാം. ഓക്കെ, ഒരാൾ എർത്ത് സൈൻ, ഒരാൾ ഫയർ സൈൻ, റൈറ്റ്? ഓർ യെസ്, എർത്ത് സൈൻ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഓൾറൈറ്റ്, അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എർത്ത് ആൻഡ് ഫയർ എലമെന്റ്സ് ഉള്ള ആളുകളാണ് നിങ്ങൾ. ഓക്കെ, ഒരാൾ ഫയർ പോലെയാണ്, അല്ലെങ്കിൽ ഒരാൾ ഫയർ പോലെയാണ് ആൻഡ് ഒരാൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു എനർജി ഉള്ള ഒരു പേഴ്സൺ ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ശിവശക്തി എന്നൊക്കെ പറയുന്നത് പോലെ, റൈറ്റ്? ഒരാൾ വളരെ ബ്യൂട്ടിഫുള്ളി ഫ്ലോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഒരാൾ ലൈക്ക് ശിവ, എന്നെ പാറ പോലുള്ളൊരു ഉറച്ചൊരു പേഴ്സണാലിറ്റി, റൈറ്റ്? ആൻഡ് അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി മെൽറ്റ് ചെയ്യുക, മീറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. സോ ഈ റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കാരണം ആ വ്യക്തി ഒരുപാട് അവേക്കൻ ആയിട്ടുണ്ടാവും. നിങ്ങളുടെ അടുത്തു നിന്നായിരിക്കാം ആ വ്യക്തിനെ മെൽറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു അനുഭവം നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. തിരിച്ചു അങ്ങനെ ആയിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് പാറ പോലെ ഉറച്ച ഫീലിങ്സ് ഉള്ള ഒരാൾ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അനുഭവം കൊടുക്കുക, അവിടുന്ന് അവരെ അത് മെൽറ്റ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്രസ് ഇറ്റ് ഓർ സേ ഇറ്റ്. ഓക്കെ, റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ. ഓക്കെ, സോ ഡെഫിനറ്റ്ലി വളരെ ഡീപ്പായിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 ആളുകളും കൂടിയാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു, അതായത് നിങ്ങൾക്ക് 2 ആൾക്കും കോമൺ ആയിട്ടുള്ള, നിങ്ങൾക്ക് 2 ആൾക്കും ഒരു പവറാണുള്ളത്, ഒരു പവറിന്റെ അണ്ടറിലുള്ള 2 ആളുകളാണ് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ 2 പേരും വിശ്വസിക്കുന്നത് ഒരാളെ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഇതുപോലുള്ള ചില കാര്യങ്ങൾ സിമിലർ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് സിമിലർ ആയിരിക്കാം, നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് കുറച്ച് സിമിലർ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം, ഒരേ രീതിയിലുള്ള കുട്ടിക്കാലം, ഒരേ രീതിയിലുള്ള അനുഭവം. ഓക്കെ, അങ്ങനത്തെ ചില സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 ആൾക്കും ഉള്ള ചില കാര്യങ്ങൾ അത് നിങ്ങളുടേതായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആ വ്യക്തിക്ക് എന്താണുള്ളത് അത്
ഓ എനിക്കിങ്ങനെയായിരുന്നു വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയായിരുന്നു ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ആ വ്യക്തിക്കുള്ളത് നിങ്ങൾക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 3, വൈ ഡിഡ് യു മീറ്റ് ദിസ് പേഴ്സൺ? എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്? എന്താണ് ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്? ഓക്കെ, സോ ഇത് നിങ്ങളുടെ ഹൃദയത്തോട് അത്രയും ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഒരു ചൈനീസ് വിശ്വാസപ്രകാരം നമുക്ക് എപ്പോഴും ഒരു ത്രെഡ് ഉണ്ട് അല്ലെ, നമ്മളെപ്പോഴും ബന്ധിപ്പിക്കുന്ന ഒരു കാര്യം. ഓക്കെ, സോ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു ബന്ധനായിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു വേദനയായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതാണ് ലൈക്ക് ചില സമയത്ത് ഇത് വളരെ പെയിൻഫുൾ ആവും. അതായത് നമ്മുടെ ഹൃദയത്തിന് ഒരു വേദന ഉണ്ടാവുക, മനസ്സിന് അത്രയും പ്രയാസം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ എടുക്കുന്നത് കൊണ്ടാണ്, നമ്മൾ അങ്ങനെ ഒരു മനുഷ്യന്റെ ഒരു അനുഭവത്തിലൂടെ നമ്മൾ കാര്യങ്ങൾ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റേണലി പല കാര്യങ്ങളും കാണുന്ന സമയത്ത്, എക്സ്റ്റേണലി പല സിറ്റുവേഷനിൽ പോകുന്ന സമയത്ത് നമുക്കത് ചില സമയത്ത് ഒരു വേദന ഉണ്ടാവുന്നത്, അകലം തോന്നുക, ഓക്കെ, മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയത്ത്. ഓക്കെ, ബട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കിടയിൽ ആ ഒരു കണക്ഷൻ എപ്പോഴും ഉള്ള ആളുകളാണ്. ഓക്കെ, ഒരിക്കലും അതൊരു വേദനയായിട്ടല്ല നിങ്ങൾ എടുക്കേണ്ടത്. ബട്ട് ഈ വ്യക്തി അത്രയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അത് ഇറ്റ്സ് ലൈക്ക് ഹാർട്ട് ബീറ്റ്സ് പോലും തിരിച്ചറിയാം, കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുന്ന സമയത്ത് മറ്റൊരാൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബ്ലഡ് റിലേഷൻഷിപ്പ് ഒക്കെ പോലെ നിങ്ങൾക്ക് അത്രയും കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്രയും ഒരു ആത്മബന്ധം തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണിത്. ഓക്കെ, മേ ബി നിങ്ങൾ സെയിം ഫാമിലി എന്നുള്ള ആളുകളാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, വളരെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, ബട്ട് അതേസമയം ഒരുപാട് സിമിലാരിറ്റീസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, റൈറ്റ്? ചില ആളുകൾ നിങ്ങൾ ഒരേ പ്ലേസ് നിന്നൊക്കെ വരുന്ന ആളുകളായിരിക്കാം. ആൻഡ് ഒരുപാട് ഡീപ്പ് ആയിട്ടുള്ള ഒരു കണക്ഷൻ, വളരെ ഒരു ഇറ്റ്സ് ലൈക്ക് ഇത് ഒരു സ്പാർക്കാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഒരിക്കലും അണയാത്തൊരു തീ പോലെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ്. ഇഷ്ടം, ദേഷ്യമുണ്ട്, ലൈക്ക് ചില ആളുകൾക്ക് ഭയങ്കര ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു സെക്കൻഡ്സ് കൊണ്ടായിരിക്കും നിങ്ങളുടെ ഇമോഷൻസിലൊക്കെ ചേഞ്ച് ഉണ്ടാവുക. അത്രയും ദേഷ്യം ഉണ്ടാവും, അടുത്ത മൊമെന്റിൽ അത്രയും സ്നേഹിക്കുന്ന ആളുകളും ആയിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മനസ്സിലാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു വ്യത്യസ്തത നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കുറെ കൂടെ നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പ് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതും അതാണ്. നിങ്ങൾക്കറിയാം അല്ലെ നിങ്ങളുടെ ബോണ്ട് അങ്ങനെയാണെന്നുള്ളത്, റൈറ്റ്? സോ ചിലതൊക്കെ ലൈക്ക് പെട്ടെന്ന് എടുത്ത് ചാടിയിട്ടൊക്കെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിൽ എന്തൊക്കെയാണ് തോന്നുന്നത് അതൊക്കെ ആയിരിക്കാം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, മേ ബി രണ്ടുപേരും അത്യാവശ്യം നല്ല ദേഷ്യമുള്ള ആളുകളായിരിക്കാം. ഓക്കെ, ബട്ട് അത്രയും സ്നേഹമുള്ള ആളുകളായിരിക്കാം. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫീലിങ്സ് എങ്ങനെയാന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് അടുക്കാൻ ഒട്ടും സമയം വേണ്ട, അകലാനും ഒട്ടും സമയം വേണ്ട. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. മേജർ ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണിത്. പല അനുഭവങ്ങൾ തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതുപോലുള്ളൊരു അനുഭവം എല്ലാ പ്ലേസൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഇതുപോലുള്ളൊരു അനുഭവം എല്ലാവർക്കും നിങ്ങൾക്ക് തരാനും പറ്റില്ല. ഓക്കെ, സോ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. നിങ്ങൾ രണ്ടുപേരും അങ്ങനെയാണ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഈവൻ ലൈക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നോക്കുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ മേ ബി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരേ സമയം നിങ്ങളുടെ ലൈഫിൽ രണ്ടുപേരോ അല്ലെങ്കിൽ അതിലധികമോ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു കണക്ഷൻ, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വളരെ പ്രത്യേകതയായിട്ട് തോന്നും, അല്ലെങ്കിൽ വളരെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നാനുള്ളൊരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിന് മുൻപോ, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ വരുന്നതിന് മുൻപോ ഒരാൾക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് മേ ബി ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പല ഇഷ്ടങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ പല റിലേഷൻഷിപ്പും മേ ബി ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അത് പ്രോബബ്ലി ഇപ്പം പല ആളുകളായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതല്ല, സിറ്റുവേഷൻ കാരണമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അതിന് മുൻപുള്ള റിലേഷൻഷിപ്പ് വർക്ക് ആയിട്ടുണ്ടാവില്ല. പക്ഷെ ഇതിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം നിങ്ങളുടെ ഒരു മിസ്സിംഗ് പീസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കുക അല്ലെ. എസ്പെഷ്യലി നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫിസിക്കൽ ബോണ്ട്, ഫിസിക്കൽ അട്രാക്ഷൻ, ഫിസിക്കൽ ഇന്റിമസി കണക്ട് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊന്നും അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതായിരുന്നു എനിക്ക് വേണ്ടത് എന്നുള്ളത് അല്ലെ. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യത്തിനുള്ള ഒരു ആൻസർ കൂടിയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, റൈറ്റ്? ഗ്രൂപ്പ് നമ്പർ 3. സോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിയലൈസേഷൻ നിങ്ങളുടെ ശരീരത്തിനെ പറ്റി, മനസ്സിനെ പറ്റി, നിങ്ങളുടെ ഫീലിങ്സിനെ പറ്റി ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങളുടെ അനുഭവം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്.
ഓക്കെ, ഇത് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു കാര്യമാണ്, അതായത് നിങ്ങളുടെ സോളിലുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ 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 അടുത്ത് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. ഓക്കെ, സോ അവിടെ സി വാട്ട് ഐ ക്യാൻ റീഡ് ഗ്രൂപ്പ് നമ്പർ 3. ഓ മൈ ഗോഡ്, ദിസ് ഇസ് സോ സ്പെഷ്യൽ. അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ പല അവസ്ഥയിൽ കൂടെ പോവാണ്. ഓക്കെ, ചിലത് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ബട്ട് നിങ്ങൾ ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥയിൽ കൂടെ, നിങ്ങൾ പല അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ അത്രയും കണക്റ്റഡ് ആക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ അടുത്തു നിന്നൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ സാന്റിയാഗോ വായിച്ചിട്ടുണ്ട് അല്ലെ, ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുണ്ട്, റൈറ്റ്? ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങളുടെ സ്റ്റോറി എനിക്ക് അങ്ങനെയാണ് റീഡ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യം നിങ്ങൾ നാട് മൊത്തം, ലോകം മൊത്തം നിങ്ങൾ അന്വേഷിച്ച് നടന്ന് ഫൈനലി നിങ്ങൾ കണ്ടെത്തുന്ന ഒരു മിസ്സിംഗ് പീസ് ആണിത്, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ തേടി പിടിച്ച് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു കാര്യം. സോ ഈ വ്യക്തിയെ കാണുന്ന സമയത്ത് നിങ്ങളുടെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ അതേ ഫീലിങ്സ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അത് നിങ്ങളുടെ ഡിസയർ എന്താണോ അതുപോലെ ആയിരിക്കും അവർക്ക്. സോ ഇറ്റ്സ് ലൈക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ട് ആളുകളാണിത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു, അറിഞ്ഞോ അറിയാതെയോ, ഈ ഒരു നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യം നിങ്ങൾ അവേക്കൻ ചെയ്തു, നിങ്ങൾ എണീപ്പിച്ചു, അത് നിങ്ങൾ ഉണർത്തി അതിന്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു പ്ലേസിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യം നിങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് പോലെ. ഓക്കെ, സോ വളരെ ഇന്റൻസ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ അത്ര സ്പെഷ്യൽ ആയിട്ട്, അല്ലെങ്കിൽ അത്ര ബ്ലെസ്ഡ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾ അങ്ങനെ, ഓ മൈ ഗോഡ്, സി ഗ്രൂപ്പ് നമ്പർ 3, ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങളുടെ ഒരു പേഴ്സൺ ആണ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ വേറൊരു വേർഷൻ ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോൾ കണക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സോ ഈ വ്യക്തിയേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇമോഷൻസ് വേറൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ബിക്കോസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യമാണിത്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്യാൻ, മനസ്സിലാക്കാൻ കൂടുതൽ സമയമൊന്നും വേണ്ട അല്ലേ. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഒന്നും പറയാണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കും, റൈറ്റ്? സോ നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉണർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് കൂടിയാണ് ഇത്. ഓക്കെ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, റൈറ്റ്? ആൻഡ് സി ഡെഫിനറ്റ്ലി ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നത് വരെ നിങ്ങൾക്ക് പല പല സിറ്റുവേഷൻ കൂടെ ഉണ്ടായിട്ടുണ്ടായിരിക്കണം, റൈറ്റ്? ഇത് മേ ബി ലൈക്ക് നിങ്ങൾ വളരെ റീസെന്റ് ആയിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണോ, ഓർ ഈ സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയെ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരിക്കണം, മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രോബബ്ലി നിങ്ങൾ ഇങ്ങനത്തെ ഒരു കണക്ഷനിലേക്ക് വന്നിട്ടുണ്ടാവില്ല അല്ലെ. നിങ്ങൾ അങ്ങനത്തെ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ബട്ട് അങ്ങനത്തെ ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ കാലമായിട്ട് നിങ്ങളെ അന്വേഷിച്ച് നടന്നിട്ടുള്ള ഒരു ചോദ്യത്തിന് ആൻസർ ആണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. യെസ്, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ക്രഷോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ അത്ര ഡീപ്പായിട്ട് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വെരി സൂൺ ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് കൂടുതൽ ഫയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളിങ്ങനെ കത്തി ജ്വലിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ ഡീപ്പായിട്ട് അവേക്കൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇൻക്രെഡിബിൾ ആയിട്ട് ഫ്ലോ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിവർ പോലെ, ഒരു വാട്ടർഫോൾ പോലെ നിങ്ങൾ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്, ലൈക്ക് ഒരു ഗംഗ പോലെ നിങ്ങൾ ഫ്ലോ ചെയ്യാൻ പോവാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. നിങ്ങൾ വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയത്. ബട്ട് നിങ്ങൾ ഇതുവരെ അത്ര ഡീപ്പായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ഡീപ്പായിട്ട് സ്പർശിക്കാൻ പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇൻക്രെഡിബിൾ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. രണ്ടാൾക്കും വേണ്ട ഒരു സമയത്തായിരിക്കാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഇവിടെ രണ്ടാൾക്കും വേണ്ട ഒരു ടൈമിലായിരിക്കാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. രണ്ടാൾക്കും ഒരേ സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ രണ്ടാൾക്കും ഒരേ സമയത്ത് സിമിലർ ആയിട്ടുള്ള പ്രയാസം ഉണ്ടാവും. അതുവരെ നിങ്ങൾ അറിയില്ല, നിങ്ങൾക്ക് പരസ്പരം അറിയില്ല. മേ ബി ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം, പക്ഷെ ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങൾ ഇത്രയും ഡീപ്പായിട്ട് അടുക്കാൻ പോകുന്നത്, പരിചയപ്പെടാൻ പോകുന്നത്, ഓക്കെ, മനസ്സിലാക്കാൻ പോകുന്നത്. സോ രണ്ടാളുടെയും ലൈഫിന്റെ ഒരു വളരെ വളരെ ഒരു രണ്ടാളുടെ ലൈഫിന്റെ ഒരു വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു വ്യക്തി കാരണം എന്തെങ്കിലും ഒരു പ്രയാസത്തിലൂടെ നിങ്ങൾ പോകുന്ന സമയത്തായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയെ പരിചയപ്പെടുന്നുണ്ടായിരിക്കാം. ആ വ്യക്തിയുടെ ലൈഫിലും അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ അതായത്
അതായത് എന്തൊരു കാര്യം ലൈഫിൽ വേണ്ട ഒരു സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസത്തിലൂടെ പോകുന്ന സമയത്തോ ആണ് നിങ്ങൾ അറിയാതെ ഈ വ്യക്തിയെ തിരിച്ചു വിളിക്കുന്നത്. വാ, അതായത് നിങ്ങളുടെ പേഴ്സൺ ആണിത്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ ഒരു വേർഷൻ ആണ്. ഓക്കെ, സോ ആ ഒരു പ്രയാസം ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ സോൾ കണക്ട് ചെയ്യാന്ന് പറയുന്നത് പോലെ നമ്മൾ കോൺഷ്യസ്ലി കണക്ട് ചെയ്യാന്നുള്ളതല്ല, ബട്ട് അറിയാതെ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം വേണം, അല്ലെങ്കിൽ യെസ് ദിസ് ഇസ് എ റൈറ്റ് ടൈം, യു ഹാവ് ടു അപ്പിയർ ഇൻ മൈ ലൈഫ് ആൻഡ് ഈ ഒരു കാര്യം ഇതാണ് റൈറ്റ് ടൈം, എൻ്റെ ലൈഫിൽ വേണ്ട ഒരു ടൈമാണ്, എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം, എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വേണം എന്നുള്ള ആ ഒരു അറിയാതെ ചില കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വേണ്ട ഒരു പ്ലേസിലാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് അത്രയും വേണ്ട ഒരു പ്ലേസിലാണ് നിങ്ങൾ ഈ വ്യക്തിയെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കാം, എന്തിനാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയത്, എന്താണ് ഈ റിലേഷൻഷിപ്പിന് ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വളരെ കുറച്ച് ആളുകൾക്ക് ഇത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്ന ആളായിരിക്കാം, വളരെ കുറച്ച് ആളുകൾക്ക്. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചലഞ്ച് ഉണ്ടാവുക നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ ഓൾറെഡി വേറെ എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെന്റിലായിരിക്കാം, ഫാമിലി, മാരേജ് പോലത്തെ സിറ്റുവേഷനിലുള്ള ആളുകളായിരിക്കാം. ഓക്കെ, പക്ഷെ അതൊന്നും നിങ്ങൾ റിലേഷൻഷിപ്പിലൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ എടുക്കാൻ, പക്ഷെ അതൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ബോധർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണം എന്ന് നിങ്ങളുടെ സോൾ ഡിസൈഡ് ചെയ്ത അവിടെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ബോധർ ചെയ്യാൻ പോകുന്നില്ല. തോന്നാണ്, പക്ഷെ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ അങ്ങനെ വന്നു പോയിട്ട് നിങ്ങൾ കാരണം നിങ്ങൾക്ക് തന്നെ പ്രയാസം ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ കാരണം മറ്റുള്ള ആളുകൾക്ക്, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന സമയത്ത് അവിടെ റൈറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾ എത്ര കാലം ജീവിച്ചു, ആരുടെ കൂടെയൊക്കെ ജീവിച്ചു എന്നുള്ളതല്ല, ഈ വ്യക്തിയുടെ കൂടെയാണ് നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ സാറ്റിസ്ഫൈ ആവാൻ പോകുന്നത്. ഓക്കെ, ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ, നിങ്ങളുടെ സാക്രൽ ചക്ര ആക്ടിവേറ്റ് ആവുന്നത്, ഫുൾഫിൽഡ് ആവുന്നത്, നിങ്ങളുടെ ഏത് ഡിസയറും. ഓക്കെ, സോ അത് സെക്ഷൽ ഡിസയർ എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ അത്ര എക്സ്ട്രീം ആയിട്ടുള്ള ആഗ്രഹം ഈ വ്യക്തി വന്നതിന് ശേഷം ഈ വ്യക്തിയുടെ കൂടെ ആയിരിക്കാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വ്യക്തിയാണ് നിങ്ങൾ അത് ബാലൻസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഈ വ്യക്തി വരും നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അത് നിങ്ങളുടെ കർമ്മ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലം ആയിക്കോട്ടെ, നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുക, വിളിക്കാം. ഓക്കെ, വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ മിസ്സിംഗ് ആയിട്ട് ഉണ്ടായോ അതൊക്കെ ഈ വ്യക്തി വന്ന് ഫുൾഫിൽ ചെയ്യും. നിങ്ങൾ മാത്രം എന്നുള്ളതല്ല, രണ്ടുപേരും അങ്ങനെയാണ്. ഓക്കെ, രണ്ടുപേരുടെയും ലൈഫിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ മീറ്റ് ചെയ്യുക. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. എന്തിന് മറ്റുള്ള ആളുകൾക്ക് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് തെറ്റായിട്ട് തോന്നാം, ബിക്കോസ് നിങ്ങൾ ഓൾറെഡി കണ്ടുമുട്ടുന്നത് നിങ്ങളുടെ ലൈഫിൽ വേറെ വേറെ സിറ്റുവേഷനിലുള്ള സമയത്തായിരിക്കും. അവിടെ വേറെ പാർട്ട്ണർ ഉണ്ടായിരിക്കാം, വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തിനു നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ബാഡ് ആയിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ബാഡ് ആയിട്ട് ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബട്ട് നമുക്കറിയാം നമുക്ക് ഉണ്ടാവുന്ന ഒരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഒക്കെ നമ്മൾ സോൾ ലെവലിലൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പറയാം, നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് പിന്നീട് ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചിട്ടല്ല ചില കാര്യത്തിലേക്ക് വരുന്നത്, അല്ലെ? സോ വന്ന് കഴിഞ്ഞിട്ട് ആർക്കും നിങ്ങൾക്കോ മറ്റുള്ള ആളുകൾക്കോ അത് ബുദ്ധിമുട്ടില്ലാതെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുക. ബിക്കോസ് മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ ആളുകൾ ഇൻവോൾവ് ആവണം, വേറെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പക്ഷെ ഇത് നിങ്ങളുടെ ഒരു ട്രൂ ലവ് ആണ്. എസ്പെഷ്യലി നിങ്ങളൊരു മാരേജ് ലൈഫിലേക്കോ നിങ്ങൾ ഈ വ്യക്തിയെ ഒരു പാർട്ട്ണർ ആയിട്ടൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഇത് നിങ്ങളുടെ ഒരു ഗ്രേറ്റ് കമ്പാനിയൻഷിപ്പ് ആണ്. ഓക്കെ, ഗ്രേറ്റ് ജേർണിയാണ് ഈ ഒരു വ്യക്തിയുടെ കൂടെ. ഈവൻ ലൈക്ക് നിങ്ങൾ ഒരുമിച്ചിട്ടല്ല എന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾക്ക് അങ്ങനെ ഒരുമിച്ച് വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും, ഇത് അങ്ങനെ പരസ്പരം സപ്പോർട്ട് ചെയ്തു പോകുന്ന, പരസ്പരം സ്നേഹം ഷവർ ചെയ്യുന്ന റിലേഷൻഷിപ്പാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്, നമ്മൾ സദ്യ കഴിക്കാനിരിക്കുകയാണ്. സോ നമ്മുടെ ഇലയിൽ ഓരോ കാര്യങ്ങൾ തീരുന്നതിനനുസരിച്ചിട്ട് ഫില്ല് ചെയ്യില്ലേ, ഇത് വേണം അത് വേണം മനസ്സിലാക്കിയിട്ട് ഫില്ല് ചെയ്യില്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മിസ്സിങ് ഉണ്ടാവുന്നുണ്ടോ അതൊക്കെ സെർവ് ചെയ്യാന്നുള്ളതും കൂടിയാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ റൂട്ടഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഇത് അൺബ്രേക്കബിൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പാണ്. ഇതിൽ നേടിയെടുക്കുക എന്നുള്ളതല്ല, എന്റെ സ്വന്തം ആക്കണം, അങ്ങനെ ഇത് ഓൾറെഡി നിങ്ങളുടെ സ്വന്തമാണ്. സോ അത് നമ്മളൊരു മനുഷ്യന്റെ ഒരു എക്സ്പീരിയൻസിൽ വരുന്ന സമയത്താണ് അതൊക്കെ എല്ലാവരും അറിയണം, എല്ലാവരും കാണണം എന്നുള്ള ഒരു കൈൻഡ് ഓഫ് ഒരു ആറ്റിറ്റ്യൂഡ് വരിക, ഈഗോ ഉണ്ടാവുക, അല്ലെ? അതാണ് ബിക്കോസ് അതാണ് നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെ? ഐഡിയൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെയല്ല നിങ്ങൾ കാണേണ്ടത്. ഓക്കെ, സൊസൈറ്റിയുടെ മുന്നിലോ അങ്ങനെയല്ല.
നിങ്ങൾക്കറിയാം ഓൾറെഡി ഇത് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര റൂട്ടഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ്, എത്ര ബ്ലെസ്ഡ് ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണ് എന്നുള്ളത് അല്ലെ, എത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് അല്ലെ. സോ നിങ്ങളുടെ ലൈഫിൽ പോകുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ അതിൽ ആക്ഷൻ എടുക്കുക ആൻഡ് വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് റിലേഷൻഷിപ്പ് എടുക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, ഇതുപോലത്തെ ഒരു റിലേഷൻഷിപ്പ്, ഇതുപോലത്തെ ഒരു കണക്ഷൻ ഓക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ. സോ റിലേറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.